യാസീൻ ഓതിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ യാസീൻ ഓതിയാൽ 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 തവണ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തീകരിച്ച കൂലി സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ലഭിക്കും. ആ കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ കൂടി. നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ഖുർആനിന്റെ 1/3 തുല്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുലുസുൽ ഖുർആൻ. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി പോകുമ്പോ ഒരു 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഖുർആൻ ഓതിയതിന്റെ പൂർണ്ണമായി ഓതി പൂർത്തീകരിച്ചതിന് സമാനമായ ഒരു പ്രതിഫലം കിട്ടും. സൂറത്തുൽ ഫാത്തിഹ വളരെ ശ്രേഷ്ഠമായ സൂറത്താണ്, ഉമ്മുൽ കിതാബാണ്. അതിന്റെ ഫലം പറഞ്ഞാൽ തീരാത്തതാണ്. ഫാത്തിഹ അറിയാത്ത ഒറ്റ ആളും ഉണ്ടാവില്ല. ചുരുങ്ങിയത് ഫാത്തിഹ ഓതുന്ന ആളിന്റെ മേൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. ഫാത്തിഹ ഓതുന്ന ആളിനുമേൽ 7 പ്രയാസങ്ങളെ അല്ലാഹു തആല നീക്കിക്കളയുമെന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 1000 ആയത്തോതിയ കൂലി കിട്ടുന്നൊരു സൂറത്തുണ്ട്. 1000 ആയത്തോതിയ കൂലി കിട്ടും. വിശുദ്ധ ഖുർആനിൽ 6000-ലധികം ആയത്തുകളാണുള്ളത്. 1000 ആയത്ത് ഓതിയ കൂലി കിട്ടുന്ന സൂറത്ത് ഏതാണത്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന ثم കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഇതൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ്. നമുക്ക് ചെറുപ്പക്കാർക്ക്, പ്രായമായവർക്കൊക്കെ അറിയുന്ന സൂറത്തുകളാണ്. ഇതൊക്കെ പാരായണം ചെയ്താൽ കിട്ടുന്ന കൂലിയാണ് പറഞ്ഞത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാൽ ഖുർആനിന്റെ 8-1 പാരായണം ചെയ്ത കൂലി കിട്ടും. അപ്പൊ ഈ ചെറിയ ചെറിയ സൂറത്തുകൾ നമ്മളെ കാഴ്ചയിൽ അത് ചെറുതാണെന്നേ ഉള്ളൂ. അതൊക്കെ പാരായണം ചെയ്താൽ നമ്മൾ വിചാരിക്കാത്ത വലിയ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകും. അപ്പൊ ഖുർആനിൽ നിന്ന് 10 തവണ ഖുർആൻ ഓതിയതിന് സമാനമായ പ്രതിഫലമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വമൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ ഖിറാഅത്തൽ ഖുർആനി 10 മർറാത്ത്. 10 തവണ ഖുർആൻ ഓതിയതിന് സമാനമായ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീന്റെ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട്.